നമുക്ക് തന്നെ വിലയിരുത്താനും പറ്റിയ അവസരമായതുകൊണ്ട് അപ്പോൾ ഈ ചോദ്യത്തെ നമുക്ക് മറ്റ് 1, 2 തലങ്ങളിലേക്ക് ബന്ധപ്പെടുത്തി വേണമെങ്കിൽ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അതിലൊന്ന് അങ്ങനെ വരുമ്പോൾ കുറേ ആൾക്കാർക്ക് ഷെയർ ചെയ്യാൻ അനുഭവങ്ങളുണ്ടാവും. ഒരുപാട് അനുഭവങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ ആശുപത്രിയോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചികിത്സാലയങ്ങളുണ്ട്. അവിടെ മീറ്റിങ്ങുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളുമായിട്ട് നമ്മുടെ റിലേഷൻ എങ്ങനെയായിരിക്കണം? പ്രത്യേകിച്ച് ഈ പാരമ്പര്യം പറയുന്നത് ഓരോ ഗ്രൂപ്പും ഒരിക്കലും പുറമേയുള്ള സംരംഭങ്ങൾ അനുകരിക്കുകയോ ധനപരമായി ഇടപെടുത്തുകയോ എയുടെ പേര് ബന്ധപ്പെടുത്തുകയോ ചെയ്യരുത്. ഇപ്പോൾ ഒരു ചികിത്സാലയത്തിൽ, ഒരു ആശുപത്രിയിൽ പോലും നമ്മുടെ ഗ്രൂപ്പ് പ്രവർത്തിക്കുകയാണെങ്കിൽ ആ ഗ്രൂപ്പിന് ആ ആശുപത്രിയുടെ പേര് നമ്മൾ ഇടാറില്ല. നമുക്ക് സ്വതന്ത്രമായ മറ്റൊരു പേരാണ് ആ ഗ്രൂപ്പിന് എടുത്തത്. ഇപ്പോൾ ഹോളി ഫാമിലി എന്ന ഹോസ്പിറ്റലാണെങ്കിൽ അവിടെ പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ അതിന് മറ്റെന്തെങ്കിലും മോചനമെന്നോ വല്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പേര് നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കും. ഉദാഹരണമായി പറഞ്ഞതേ ഉള്ളൂ. പേരുമായിട്ട് പോലും നമ്മൾ ബന്ധപ്പെടുത്താറില്ല. പിന്നെ അവരുടെ ആവശ്യങ്ങളുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് നിൽക്കാറില്ല. അവർക്ക് നമ്മളെ കൊണ്ട് ഒരുപാട് സർവീസ് ഉണ്ട്. അവർക്കൊന്നും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയും, പണപ്പിരിവ് മാത്രമല്ല, സംബന്ധിച്ച കാര്യമല്ല. അവർ നമ്മളിലൂടെ ക്യാൻവാസ് ചെയ്യാനുള്ള ശ്രമങ്ങൾ ഒരു ബിസിനസ്സിന്റെ ഭാഗമായി പോകുന്ന കാഴ്ച ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കണ്ടുവരുന്നുണ്ട്, പലപ്പോഴും കാണാറുണ്ട്. ഹോസ്പിറ്റലിന്റെ ഒരു ബിസിനസ്സിന്റെ ഭാഗമായിട്ട് നമ്മളിലെ പല അംഗങ്ങളും അറിയാതെ ആവാം. അങ്ങോട്ട് പേഷ്യൻസിനെ അയക്കണേ എന്ന് പറയുക, അങ്ങോട്ട് പേഷ്യൻസിനെ അയച്ചു കൊടുക്കുക, അതൊക്കെ ആവാം. അതൊക്കെ വ്യക്തിപരമായ തലങ്ങളിലൊരു പരിധി വരെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അതൊരു അതിര് കടന്ന രീതിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഈ പറഞ്ഞ ട്രഡീഷന്റെ തൂണ് ഇളകാൻ തുടങ്ങും. അപ്പോൾ അത് നമ്മുടെ അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അത്തരം കാര്യങ്ങളിൽ കൂടുതൽ വ്യാപൃതരാകുമ്പോൾ പ്രാഥമിക ഉദ്ദേശം എന്ന് പറയുന്ന പരിപാടിയിൽ നമ്മൾ വ്യതിചലിച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. അത് തീർച്ചയാണല്ലോ. അതുപോലെ ഈ പറയുന്ന ചികിത്സാലയങ്ങൾ ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അവിടെ പിന്നെ ചികിത്സാലയം നടത്തുന്നതിൽ നടത്താനുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ ചികിത്സാലയം നടത്തുക, അംഗങ്ങൾ ചികിത്സാലയം നടത്തുക, അതിൻ്റെ പ്രൊപ്പറേറ്റർ ആവുക, അതിൻ്റെ ഓണർ ആവുക. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് തരം നിലപാടാണ് നമ്മൾ ഈ സമൂഹവുമായിട്ട് നമ്മൾ സ്വീകരിക്കേണ്ടത്? ഞാനൊരു ചികിത്സാലയത്തിൻ്റെ പ്രൊപ്പറേറ്ററും കൂടി ആയി മാറുകയാണ്. അപ്പോൾ ഞാൻ എന്തായിരിക്കും ചെയ്യേണ്ടത്? ഞാൻ എയുടെ സർവീസിൽ അല്ലെങ്കിൽ എയിൽ നിന്ന് ഞാൻ എന്താണ് എൻ്റെ റിക്കവറിയും കൂടി എനിക്ക് പ്രധാനമുള്ള കാര്യമാണ്. എൻ്റെ റിക്കവറിയും അതുപോലെ എയിലെ ട്രഡീഷനും എനിക്ക് ഒരുപോലെ പ്രാധാന്യമുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ എന്ത് നിലപാടാണ് ഇതിൽ സ്വീകരിക്കേണ്ടത്? എനിക്കൊരു ഹോസ്പിറ്റലിൽ ഒരു അവസരം കിട്ടുകയാണ്, ഒരു ജോലി, എനിക്ക് ജീവിക്കാൻ പറ്റുന്ന മാർഗ്ഗങ്ങളൊന്നുമില്ല. ഒരു ജോലി എന്ന രീതിയിൽ എനിക്ക് ഒരു ഹോസ്പിറ്റൽ, ഒരു ചികിത്സാലയത്തിലെ ഒരു ഡി-അഡിക്ഷൻ സെൻ്ററിലെ ഒരു ജോലി സ്വീകരിക്കേണ്ടതായിട്ട് വരുന്നു. അങ്ങനെ ആകുമ്പോൾ എനിക്ക് എൻ്റെ റിക്കവറി പ്രധാനമുള്ള കാര്യമാണ്, എൻ്റെ ജോലിയും പ്രധാനമുള്ള കാര്യമാണ്. ഇത് രണ്ടും കൂടി മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ എങ്ങനെ എയിൽ ജീവിക്കും? അപ്പം ഈ ചോദ്യം എന്ന് പറയുന്നത് അതിൻ്റെ ഒന്ന് കുറച്ചേറെ ഡയമെൻഷനിലേക്ക്, ചികിത്സാലയവുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ അത്തരം റിലേഷൻസ് നമുക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോകാം? അപ്പോൾ ഓരോരുത്തരെ സംബന്ധിച്ച് ഓരോരോ പ്രശ്നങ്ങളാണ്, ഓരോരോ ചോദ്യങ്ങളുണ്ടാവും. ഈ പറഞ്ഞ രീതിയിൽ നിരവധി ചോദ്യങ്ങളുണ്ടാവും മനസ്സിൽ. അപ്പോൾ അവർ നേരിടുന്ന പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ചികിത്സാലയവുമായി ബന്ധപ്പെട്ടിട്ട് അപ്പോൾ അതിലൊക്കെ ഇതിൻ്റെ ഓരോരോ ഡയമെൻഷൻസ് നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ഓരോരോ ഉത്തരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. അതാണല്ലോ നമ്മുടെ അങ്ങനെ ഉത്തരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് കൂടുതൽ ബ്രെവിറ്റി ഇക്കാര്യത്തിൽ നമുക്കൊരു ക്ലാരിറ്റി നമുക്ക് ഇക്കാര്യത്തിൽ ഉണ്ടാവുന്നത്. ഓക്കെ മാഷെ, താങ്ക് യു. ഓക്കെ, അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആർക്കെങ്കിലും കൂടുതൽ സംസാരിക്കാനുണ്ടെങ്കിൽ പറയാം, സംശയങ്ങൾ ചോദിക്കാം. വളരെ മധ്യാസക്തനാണ്. ദൈവാനുഗ്രഹത്താലും ആൽക്കോഹോളിക്സ് അനോണിമസിന്റെ സഹായത്താലും ഒന്നും കുടിച്ചിട്ടില്ല. എന്റെ പേര് പുഷ്പൻ. ഇപ്പം പ്രമോട്ടം പറഞ്ഞപ്പോ കുറെ കാര്യങ്ങൾ ഓർമ്മ പറഞ്ഞത്. കാരണം ചികിത്സാലയമായിട്ട് ബന്ധപ്പെട്ട് അപ്പോ 2-3 ചികിത്സാലയ കേന്ദ്രങ്ങളായിട്ട് ചെറിയൊരു ബന്ധത്തിൽ ആയിപ്പോയിട്ടുണ്ട്. ബന്ധം എന്ന് പറഞ്ഞാൽ അങ്ങനെ സാമ്പത്തിക ഇടപാടൊന്നും ചെയ്യുന്ന കാര്യങ്ങളൊന്നുമില്ല. അവിടേക്ക് പോകാം, ഇവിടേക്ക് പോകാം. പിന്നെ പക്ഷെ എനിക്ക് അത് സ്വന്തമായിട്ട് അങ്ങോട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഒരു ഹോസ്പിറ്റലിന്റെ പേര് പറഞ്ഞു കൊടുത്താൽ അതൊരു ബുദ്ധിമുട്ടാവും. അപ്പോ
ഞാന് ആദ്യമൊക്കെ ഒരു ഹോസ്പിറ്റലിന്റെ പേര് ഇങ്ങനെ പറഞ്ഞു കൊടുക്കലേ. അതൊരു പഴമക്കാരൻ പറഞ്ഞു തന്ന അഡ്രസ്സാണ്. അപ്പൊ ഞാൻ അങ്ങോട്ട് ഒരാളെ വിട്ട്, പിന്നെ രണ്ടാമത്തെ ഒരാളെ അങ്ങോട്ട് വിട്ട്. അപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കുകയും കാര്യങ്ങൾ പറയുകയും സംസാരിക്കുകയൊക്കെ ചെയ്യും. അപ്പോ പിന്നെ എനിക്ക് തോന്നി അതൊരു ശരിയായ നടപടിയല്ല. ഒരു സ്ഥലത്തേക്ക് എന്നെ പറഞ്ഞു വിടുന്നതെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒരാളുണ്ടെങ്കിൽ ഞാൻ വേഗം പറയാ, എത്രയോ ചികിത്സാലയ കേന്ദ്രങ്ങളുണ്ട്. അപ്പോ നിങ്ങൾക്ക് പറ്റിയോടത്ത് പോവാ. അപ്പൊ സുരക്ഷേന്റെ പേരൊക്കെ പറയുമ്പോ അവിടെ ബൈസ്റ്റാൻഡർ ആയിട്ട് ആള് വേണം, മറ്റോടത്തിൽ ഇങ്ങനെയാണ്, അതുപോലത്തെ ഇങ്ങനെയാണ് എന്നൊക്കെ കാര്യങ്ങൾ പറയും. നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാ ഇപ്പൊ ഞാൻ പറയാൻ ശ്രമിക്കലുള്ളൂ. അതേമാതിരി തന്നെ ഈ ചികിത്സ അതിന് ഭയങ്കര വിഷമായിട്ട് എനിക്ക് തോന്നാനുണ്ടായ കാരണം എന്താ വെച്ചാല്, ഒരു ചികിത്സാലയത്തിൽ നിന്ന് ഉള്ള ഒരാള് ഒരു മെമ്പർ ആണ്. അയാള് ഒരു സാമ്പത്തിക ഇടപാടില് എന്നെയും കൂടി ഉൾപ്പെടുത്താനുള്ള ഒരു വാക്ക് ഉപയോഗിച്ച്. അതായത് ഇപ്പോ തുറന്നായിട്ട് പറയുകയാണെങ്കിൽ കമ്മീഷൻ തരാന്നുള്ള ഒരു അഭിപ്രായത്തിൽ. അത് കേട്ടോടുകൂടി ഞാൻ അയാളെ ഫോൺ നമ്പർ വരെ ഡിലീറ്റ് ചെയ്താൽ എനിക്ക്. ഞാൻ അയാളായിട്ട് യാതൊരു ബന്ധമില്ല. കാരണം ഞാൻ കുടിക്കാതെ നിൽക്കുന്നത് എന്തോ ഭാഗ്യത്തിനാ. അപ്പൊ ഇതും കൂടി ആയിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവെന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടാണ് ഞാൻ അയാളായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോ ആ ഒരു ഏർപ്പാട് കൊണ്ട് തന്നെ ഞാനിപ്പം പ്രത്യേകിച്ച് ആരോടും ഒന്നും ഇങ്ങനത്തെ ഒരു കാര്യം പറയലുമില്ല. ഇന്ന സ്ഥലത്ത് പോയിക്കോളിന്ന്. കാരണം ഒരു വീട്ടുകാരനെ രണ്ട് പ്രാവശ്യമൊക്കെ ചികിത്സാ കേന്ദ്രത്തിൽ എത്തിച്ചാല് നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞയക്കുമ്പോൾ എന്തോ കമ്മീഷൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് തോന്നിപ്പോകും. അതുകൊണ്ട് ആ പരിപാടിക്ക് ഞാൻ തന്നെ ഇപ്പൊ നിൽക്കലില്ല. ഇപ്പൊ വേറെ എന്ന് പറയാനുള്ളത്, ഇതിന്റെ ഒരു സംശയം എന്താ വെച്ചാല്, ഇപ്പൊ ഒരു മെമ്പർ തുടങ്ങുന്ന ഒരു ചികിത്സാലയം എനിക്കിപ്പോ അറിയാം. അപ്പോ അത് ഇപ്പം പ്രൊമോട്ടം പറഞ്ഞപ്പോ എനിക്കൊരു ചെറിയൊരു ഡൗട്ട് ഉണ്ട്. എന്തായി തീരും, എന്താകും, അങ്ങനെ പുറമേയുള്ള സംരംഭങ്ങളെ അനുകരിക്കുകയോ ധനപരമായി ഇടപെടുത്തുകയോ എയുടെ പേര് ബന്ധപ്പെടുത്തുകയോ ഒന്നും ഇല്ലാത്ത എന്താണ് അതിന്റെ ഒരു വ്യക്തത വേണമെന്നുള്ള ചെറിയൊരു അഭിപ്രായം. ഇത്രയേ ഉള്ളൂ. ഓക്കെ മാഷെ. ഓക്കെ. അത് പുഷ്പാസൻ പറഞ്ഞ കാര്യത്തിനകത്തുള്ളൊരു കാര്യം ഇത്രേ ഉള്ളൂ. അതായത് എനിക്കൊരു ചികിത്സാലയം തുടങ്ങാം, ഞാനൊരു ചികിത്സാലയത്തിലെ കൗൺസിലറായിട്ട് എനിക്ക് ജോലി ചെയ്യാം, എനിക്ക് ശമ്പളം വാങ്ങാം. പക്ഷെ എയിൽ വന്നിട്ട് ഞാൻ പറയാൻ പാടില്ല ഞാൻ അവിടുത്തെ കൗൺസിലറാണെന്നും പറഞ്ഞിട്ട് ആരെയും എയിൽ ഞാനത് പറയാൻ പാടില്ല ഒരിക്കലും. അതുപോലെ തന്നെ ചികിത്സാലയത്തിൽ വരുന്ന രോഗികളോട് ഞാനൊരു മെമ്പറാണ്, ഞാൻ എയിൽ 25 കൊല്ലമായി എന്ന് പറയാൻ പാടില്ല. ഇതാണ് പോയിന്റ്. ചികിത്സാലയം ആർക്കും തുടങ്ങാം, പക്ഷെ അതിന് അവിടെ എയുടെ പേര് ഉപയോഗിക്കാൻ പാടില്ല. ഗ്രൂപ്പ് നടത്താം, മീറ്റിങ്ങിൽ പോകാം, പങ്കെടുക്കുകയൊക്കെ ചെയ്യാം. അവർക്ക് മീറ്റിങ്ങിലും പങ്കെടുക്കാം. പക്ഷേ അവിടെ പോയിട്ട് ഞാൻ ചികിത്സക്കാരനാണെന്നും പറയരുത്, ചികിത്സാലയത്തിൽ ഞാൻ കാരനാണെന്നും പറയരുത്. അതാണ് കാര്യം. ഓക്കെ. ഒന്നുകൂടി ഓപ്പൺ ആക്കി പറഞ്ഞ, അത്തരം പ്രസ്ഥാനങ്ങളെ പറ്റിയുള്ള ക്യാൻവാസിങ്ങും ഒഴിവാക്കണം എന്നുള്ള ക്യാൻവാസിങ്. ഈ നാട്ടിൽ എന്തെല്ലാം കച്ചവടം, കൊലക്കച്ചവടം മുതൽ സ്ഥലക്കച്ചവടം മുതൽ പലതും ഉണ്ട്. നീ കുടിയനെ കൊണ്ടുപോയി കച്ചവടം നടത്തി കമ്മീഷൻ വാങ്ങണമെന്ന് വേറെ ഒരു മാർഗവും ഇല്ലാത്ത ഒരാൾക്ക് പോലും എന്തെങ്കിലും വേറെ വഴികളുണ്ടല്ലോ നമുക്ക്. ഓക്കെ. ഹലോ. മാഷെ. ഹലോ, കേൾക്കോ? സുഹൃത്തുക്കളെ, ആൽക്കഹോളിക് ദൈവകൃപയാലും ഏൽക്കൂടി സഞ്ചരിക്കുന്നുണ്ട്. ഇന്ന് ദിവസം മദ്യപിച്ചിട്ടില്ല. എന്റെ പേര് സജിത്ത്. മാഷെ, ഈ വളരെ ഒരു 3-4 ദിവസത്തിന് മുമ്പ് നമ്മുടെ ഒരു ഗ്രൂപ്പ്, വാട്സപ്പ് ഗ്രൂപ്പാണ്, നമ്മുടെ എയുടെ ഗ്രൂപ്പാണ്. അതിനകത്ത് ഒരു ചികിത്സാലയത്തിന്റെ ട്രീറ്റ്മെന്റ് ഇങ്ങനെ തുടങ്ങുന്നു എന്നും പറഞ്ഞ് അവരുടെ പരസ്യമാണെന്ന് തോന്നുന്നു. അത് ഒരു മെമ്പർ എടുത്തിട്ടു. ഞാനത് ആ ഗ്രൂപ്പിന്റെ കുറച്ച് അഡ്മിന്മാരിൽ ഒരാള് ഞാനും കൂടെയാണ്. അപ്പൊ ഞാനത് ഇടരുതെന്ന് പറഞ്ഞൊരു ഇൻഡു മാർക്ക് ഇട്ടു. ഉടനെ അത് കഴിഞ്ഞിട്ട് അത് കുറച്ച് കുടുംബങ്ങളൊക്കെ രക്ഷപ്പെട്ട ചികിത്സാലയമാണെന്നൊക്കെ പറഞ്ഞ് താഴെ കുറെ വോയിസ് ഒക്കെ വന്നു. ഞാനത് പിന്നെ പറഞ്ഞു, എക്ക് ഒരു ചികിത്സാലയമായിട്ട് ബന്ധമില്ല, നിങ്ങൾക്കത് പേഴ്സണലി അയക്കാം, ഗ്രൂപ്പുകളിൽ അങ്ങനെ ഇടരുത് എന്നൊക്കെ പറഞ്ഞു. എയുടെ പാരമ്പര്യത്തിനെതിരാണ് അതെന്ന് പറഞ്ഞ് ഞാനത് വോയിസിലൂടെ പറഞ്ഞു. അവർക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായെങ്കിൽ ക്ഷമ ചോദിക്കുന്നു എന്നും പറഞ്ഞു. അവർ രണ്ടുപേരും ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയിപ്പോയി. അപ്പൊ ഇതേ സമയം തന്നെ എനിക്ക് ഇൻഡിവിജ്വലി എന്നെക്കാട്ടിയും എയിൽ കുറെ നാള് സഞ്ചരിച്ച ഒരാള്, അവരെന്ത് വേണം ഇട്ടോട്ടെ, നിങ്ങൾ എന്തിനാ അത് പറയാൻ പോണത്, തർക്ക വിഷയങ്ങളിൽ ഏർപ്പെടരുതെന്നും പറഞ്ഞ് എനിക്കൊരു മെസ്സേജ് ഇട്ടു. പക്ഷെ എനിക്കത് ചെയ്തത് ശരിയായിട്ടാണ് തോന്നിയത്. പക്ഷെ എന്നാലും ഈ എന്നെക്കാളും കുറച്ച്
കൂടി സഞ്ചരിച്ച ഒരാൾ അങ്ങനെ പറഞ്ഞപ്പോ എനിക്കതിലൊരു കൺഫ്യൂഷൻ വന്നു. പിന്നെ മാഷിപ്പോ പറഞ്ഞ ഈ ചികിത്സാലയങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ എൻ്റെ ട്രീറ്റ്മെന്റ് സെന്ററിൽ എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും എയുടെ മെസ്സേജ്, അവിടെ മീറ്റിംഗ്സ് അവരുടേതായ സെറ്റപ്സിൽ നടക്കാറുണ്ട്. അവിടെ നമുക്ക് മെസ്സേജ് കൊടുക്കാൻ പോകാൻ ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാനാണ് അവിടെ നിന്ന് ആദ്യമായിട്ട് എയിലേക്ക് വരാൻ വന്ന ഒരാള്. കാരണം ഞാൻ കിടന്ന സമയത്താണ് ആദ്യമായിട്ട് എയുടെ മെസ്സേജ് അവിടെ തരാനായിട്ട് എയിലുള്ള പഴമക്കാർ അവിടെ എത്തിയത്. അപ്പോൾ അവരുമായിട്ട് വളരെ നല്ലൊരു റിലേഷൻ ഉണ്ട്. അത് വേറൊന്നിനുമല്ല, ഈ ചൊവ്വാഴ്ചകളിൽ അവിടെ പോകാനും അവിടെയുള്ള മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാനും അവര് 2 കൈ നീട്ടി വരാൻ തന്നെയാ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അവിടുത്തെ കൗൺസിലർ ഒരു മെമ്പർ ആയിരുന്നു, ഒരു ഗ്രൂപ്പിന്റെ സെക്രട്ടറി ഒക്കെ ആയിരുന്നു. അവിടുത്തെ മീറ്റിങ്ങുകളിൽ ആ പുള്ളി മെമ്പർ ആണെന്ന് തന്നെയാണ് പറയാറുള്ളത്. അപ്പൊ അതുപോലെ തന്നെ ഈ ചികിത്സാലയത്തിനെ കുറിച്ച് ഓരോരുത്തര് വിളിച്ച് ചോദിക്കാറുണ്ട്. ഇപ്പൊ ഏഴുള്ളവരും അല്ലാത്തവരും അവിടെ എങ്ങനെയാണ് കൊള്ളാമോ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പൊ അതിനെ എനിക്ക് ആ ചികിത്സാലയത്തിനെ എൻഡോസ് ചെയ്ത് സംസാരിക്കാൻ എനിക്ക് പറ്റാറില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്തപ്പോ 22 പേഷ്യൻസ് ഉണ്ടായിരുന്നു. അതിൽ ഞാൻ മാത്രമേ കുടിക്കാതിരിക്കുന്നുള്ളൂ. നാളെ ഞാൻ കുടിക്കുമോന്നും അറിയില്ല. അപ്പോ അവിടെയുള്ള ബാക്കി 20 പേരും കുടിച്ചു. അപ്പോ ഞാൻ എത്തിയത് കൊണ്ട് കുടിക്കാതിരിക്കുന്നു എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോ അതും പറയാറില്ല. പിന്നെ അവര് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് ചോദിക്കുമ്പോൾ അവിടുത്തെ നമ്പർ ഞാൻ കൊടുക്കാറുണ്ട്, നിങ്ങൾ വിളിച്ച് സംസാരിക്കും എന്ന് പറയാറുണ്ട്. പെട്ടെന്ന് ഇത്രയാണ് ഓർമ്മ വന്നത്. ഓക്കെ, താങ്ക് യു മാഷ്. ഓക്കെ. ഇതിനകത്ത് പൊതുവായ ചില കാര്യങ്ങളുണ്ട്. ചികിത്സാലയങ്ങൾ ആൽക്കഹോൾസ് അനോണിമസിനെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു കാര്യം. അതായത് ചികിത്സ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന രോഗികളോട് ആൽക്കഹോൾസ് അനോണിമസ് എൻ്റെ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ നിർദ്ദേശിക്കുന്നുണ്ടോ? അതൊരു കാര്യമാണ്. ഞാൻ പണ്ടൊരിക്കൽ പറഞ്ഞതാണ്, എല്ലാവരും രക്ഷപ്പെട്ട് കുടി നിർത്തിയ ഒരു ചികിത്സാലയവും കേരളത്തിലില്ല. അതുപോലെ തന്നെ ആരും രക്ഷപ്പെടാത്ത ഒരു ചികിത്സാലയവും കേരളത്തിലില്ല. ലോകത്തിൽ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ ഇനി ലോകത്തിൽ ഒരിടത്ത് ചെന്നാലും രക്ഷപ്പെടുകയില്ല എന്ന് പറയുന്ന ചികിത്സാലയങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും അല്ല യഥാർത്ഥ കാര്യം. കാരണം നമുക്കറിയാം, മദ്യപാനാസക്തി എന്ന രോഗത്തിന് ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഒരു രോഗമല്ല. തൽക്കാലം ഇയാളുടെ വിറ മാറ്റുക, ഉറക്കം ഉണ്ടാക്കുക, വിശപ്പുണ്ടാക്കുക, പിന്നെ വെപ്രാളങ്ങൾ കുറയ്ക്കുക, ഇത്തരം ചില കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. പിന്നെ കുറച്ച് കൗൺസിലിങ്. അപ്പൊ ഇതൊരു ചികിത്സാലയം എന്ന നിലയിൽ പലരും പല തരത്തിൽ ചെയ്യുന്നുണ്ട്. അതിൽ ചില ചികിത്സാലയങ്ങളുടെ രീതികളോട് നമുക്ക് യോജിപ്പുണ്ടാകുകയില്ല. ചിലത് നമ്മൾ കുറച്ച് അപ്രീഷിയേറ്റ് ചെയ്യുന്ന മെത്തേഡായിരിക്കും അവർ ഉപയോഗിക്കുന്നത്. പക്ഷെ എങ്കിൽ പോലും നമ്മൾ പർട്ടിക്കുലർ ആയിട്ട് ഒരു ചികിത്സാലയത്തെ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു മെമ്പർക്ക് ചേർന്നതല്ല. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് വളരെ ക്ലിയർ ആണ്. അത് പാരമ്പര്യത്തിനകത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും ഒരു ചികിത്സാലയത്തിൽ ചെന്ന് ചികിത്സാലയത്തിൽ പ്രവർത്തിക്കുന്ന ചികിത്സകനായിട്ടോ കൗൺസിലറായിട്ടോ പ്രോപ്പറേറ്ററായിട്ടോ മാനേജറായിട്ടോ പ്രവർത്തിക്കുന്ന ഒരാൾ എയിൽ വന്ന് ഒരിക്കലും ആ സ്ഥാനത്ത് ഞാൻ ഇരിക്കുന്നു എന്ന് പറയാൻ പാടില്ല. അതുപോലെ തന്നെ അയാളുടെ ചികിത്സാലയത്തിൽ ഒരിക്കലും ഞാൻ മെമ്പറാണ് എന്ന് ഒരിക്കലും പറയാൻ പാടില്ല. അത് വളരെ ക്ലിയർ ആയിട്ട് ബിൽ ഡബ്ല്യു പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഓക്കെ. പക്ഷെ ആ പോസ്റ്റിനെ കുറിച്ച് അതും കൂടെ അപ്പോൾ അത് തീർച്ചയായിട്ടും അത് ചെയ്യാൻ പാടില്ലല്ലോ. പിന്നെ നമ്മളിത് വാട്സപ്പ് ഗ്രൂപ്പാണ്, ഗ്രൂപ്പ് ഒന്നും അല്ല. അതുകൊണ്ട് അതിനകത്ത് നമുക്ക് ഫലത്തിൽ ഒന്നും പറയാനില്ല. അതിനകത്ത് ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നതിന് നമുക്കൊരു ഗ്രൂപ്പ് പോലെ പ്രവർത്തിക്കുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ അത് അവർ പറയും ഇത് വാട്സപ്പ് ഗ്രൂപ്പാണ്, പാരമ്പര്യം ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പറയാം. ഓക്കെ, താങ്ക് യു മാഷ്. അപ്പൊ ഞാൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നുള്ള എന്റെ കൺഫ്യൂഷൻ ആയിരുന്നു. അല്ല, അത് കൺഫ്യൂഷൻ മാറിയില്ലേ? നിങ്ങൾ ചെയ്തത് ശരിയാണ്. ഓക്കെ മാഷ്, താങ്ക് യു മാഷ്. ഓക്കെ. പക്ഷേ ഒരു കാര്യം കൂടി ആഡ് ചെയ്യാം. അതായത് മാഷ് പറഞ്ഞത് ബില്ല് എന്ന് പറയുന്നത് 2 തൊപ്പി ഒരുമിച്ച് അണിയരുതെന്നാണ്. അതായത് ആൽക്കഹോളിസം ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആള് ആ തൊപ്പി അണിയുക, ഗ്രൂപ്പിൽ വരുമ്പോൾ ആ തൊപ്പി അണിയുക. 2 തൊപ്പി ഒരുമിച്ച് അണിഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കരുതെന്നാണ്. അത് കൂടാതെ തന്നെ മൈ നെയിം ഈസ് ഷിബു, ഐ ആം ആൽക്കഹോളിക്, അത് പറയാൻ മറന്നു. ഓക്കെ. അത് കൂടാതെ തന്നെ മെമ്പേഴ്സ് എംപ്ലോയിഡ് ഇൻ ദി ആൽക്കഹോളിസം ഫീൽഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗൈഡ് ലൈൻസ് വർഷങ്ങൾക്ക് മുമ്പേ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. അതായത് ആൽക്കഹോളിസം ഫീൽഡിൽ മെമ്പേഴ്സ് വർക്ക് ചെയ്യുന്നവർക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻസ് ആണത്. അതുകൂടാതെ നമ്മുടെ മലയാളത്തിൽ ഇപ്പോൾ താൽക്കാലിക സമ്പർക്ക പദ്ധതി അല്ലെങ്കിൽ ബ്രിഡ്ജിംഗ് ദ ഗ്യാപ്പ്,
ചികിത്സാ കേന്ദ്രവുമായിട്ട് ഒരു AA മെമ്പർ എങ്ങനെ ബന്ധപ്പെടണം, അയാളുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം എന്നൊക്കെ വെറുതെ 2-3 പേജ് മാത്രമേ ഉള്ളൂ. അത് വായിച്ചാൽ തന്നെ വളരെയധികം ഐഡിയ കിട്ടും. നമ്മൾക്ക് ഒരുപാട് സഹായം ചെയ്യുന്നവരാണ് ചികിത്സാ കേന്ദ്രങ്ങൾ. നമ്മൾ അവരുമൊക്കെ ആയിട്ട് നല്ല സൗഹൃദ ബന്ധത്തിലാണ് കാലങ്ങളായിട്ട് പോകുന്നത്. സഹകരണം അല്ല സാറേ, സഹകരണം എന്നുള്ള വാക്കല്ല ഉപയോഗിക്കുക. അതെ അതെ, സഹകരിച്ചാണ് പോവുക. അപ്പോ ഒരുപാട് AA മെമ്പേഴ്സ് ചില എന്റെ വീടിന്റെ അടുത്തൊരു പൈങ്കുളം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഡീഅഡിക്ഷൻ സെന്റർ ഉണ്ട്. പക്ഷെ അവരൊന്നും AAയിലേക്ക് അത്ര പ്രോത്സാഹിപ്പിക്കത്തില്ല. അവിടെ ഒരു AA ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് അവരങ്ങനെ എല്ലാ ശനിയാഴ്ചയും അവിടെ വരാനാണ് പ്രോത്സാഹിപ്പിക്കുക, പുറത്തുള്ള ഗ്രൂപ്പുകൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്നാൽ ഇപ്പോൾ പല മാറ്റങ്ങളും പല ചികിത്സാ കേന്ദ്രങ്ങളും മനോഭാവങ്ങളിൽ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. പണത്തിന് വേണ്ടി അല്ലാതെ തന്നെ AAയിലേക്ക് എത്തിക്കാനും ഈ വന്ന് അഡ്മിറ്റ് ആകുന്ന രോഗിക്ക് ചികിത്സ നല്ല രീതിയിൽ കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ തുടർന്ന് പോകണമെങ്കിൽ, കുടിക്കാതിരിക്കണമെങ്കിലൊക്കെ AAയിൽ എത്തിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ചികിത്സാ കേന്ദ്രങ്ങൾ ഇപ്പൊ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും അവരോടൊരു നല്ല മനോഭാവം സ്വീകരിക്കുക എന്നുള്ളതാണ്. നമ്മൾ അവരുടെ വക്താക്കളായി മാറാതെ സഹകരിച്ച് പ്രവർത്തിക്കുന്നത്. ഇപ്പൊ ഒരാൾ വിളിച്ചു, ഞാനിപ്പോ എന്റെ വീടിന്റെ അടുത്തുള്ള ചികിത്സാ കേന്ദ്രത്തിൽ അയാൾ എന്നോട് ഇടയ്ക്കൊന്ന് വരാൻ പറയുമ്പോൾ ഞാൻ പോകാറുണ്ട്. ഞാൻ ഇപ്പൊ ഇവിടുന്ന് അവധിക്കൊക്കെ പോകുമ്പോൾ അയാൾ ചോദിക്കും ഒന്ന് വരാൻ ചോദിക്കുമ്പോൾ പോകാറുണ്ട്. കാരണം എനിക്ക് വളരെ അതൊരു ഖനിയാണ്. കാരണം 15-20 ആൽക്കഹോളിസനോ അല്ലെങ്കിൽ മദ്യാസക്തിനെ ഒന്നിച്ച് കാണാൻ പറ്റുന്ന ഒരു ഖനി. എനിക്ക് പെട്ടെന്ന് അവരിലേക്ക് 15 വരെ ഒന്നും ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷമോ 2 വർഷം എടുത്താൽ പോലും എനിക്ക് സാധിക്കില്ല. പക്ഷെ ഒരു ചികിത്സാ കേന്ദ്രത്തിൽ എന്നെ ഒന്ന് ഷെയറിങ്ങിന് വിളിക്കുകയാണെങ്കിൽ ഞാൻ അവിടെ പോയി സംസാരിക്കുന്നതിൽ ഞാൻ സന്തോഷം കണ്ടെത്തുന്ന ഒരാളാണ്. കാരണം എനിക്ക് ആ 15 പേരിലോട് സംസാരിക്കുകയും ചെയ്യാം, അവരുടെ നമ്പർ മേടിക്കാം. അങ്ങനെ പരിചയമുള്ളവർ ഒരുപാട് പേരെ AAയിലേക്ക് പിന്നീട് എത്തിയിട്ടുണ്ട്. എൻ്റെ ഒരു അനുഭവം പറഞ്ഞു മാത്രം. താങ്ക് യു. ഇനി ആരെങ്കിലും? പക്ഷെ ഒരു കാര്യം കൂടെ, സജിത്ത് ആൽക്കഹോളിക്, ഈ ചിലര് പർട്ടിക്കുലർ ആയിട്ട് ഇപ്പൊ ഒരു സ്ഥലത്തൊക്കെ ഉള്ള എന്തെങ്കിലും ഒരു ഇപ്പോ ഇതിനു വേണ്ടി ചികിത്സിക്കുന്ന ഡോക്ടറിനെയൊക്കെ പർട്ടിക്കുലർ ആയിട്ട് ഇൻസിസ്റ്റ് ചെയ്യണ കണ്ടിട്ടുണ്ട്. ഇനി അഥവാ കൊണ്ടുപോകുന്ന AAക്കാരനാവാം, AAയിൽ വന്ന ആളാവാം, അല്ലെങ്കിൽ ജസ്റ്റ് വന്നിട്ടുണ്ടാവാം, കുറച്ച് നാൾ കഴിഞ്ഞ ആളാവാം, അയാൾ അതിൽ നിന്ന് മാറുമ്പോഴൊക്കെ വളരെ വ്യക്തമായിട്ട് അവരോട് നീരസത്തിൽ പെരുമാറുന്നതും കണ്ടിട്ടുണ്ട്. അപ്പോ ഇന്ന ഡോക്ടറിന്റെ അടുത്ത് പോയാൽ ശരിയാകുമെന്നോ, മാഷിപ്പോ പറഞ്ഞ അനുസരിച്ച് വേറൊരു ഡോക്ടറിന്റെ അടുത്ത് പോയാൽ ശരിയാകില്ലെന്നോ പറയാൻ പറ്റില്ല. ഒരാൾക്ക് അത് ഇൻഡിവിജ്വലി എന്ന് പോലും പറയാൻ പറ്റില്ല. ഈ ദൈവത്തിന്റെ ഒരു ഇതാണ്. ഇപ്പൊ ഇന്ന ട്രീറ്റ്മെന്റ് സെന്ററിൽ പോയത് കൊണ്ട് ആരെങ്കിലും രക്ഷപ്പെടുമെന്നോ, ഇനി ട്രീറ്റ്മെന്റ് സെന്ററിൽ പോവാതെ തന്നെ AAയിൽ വന്ന് നിൽക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. അപ്പൊ ഇങ്ങനെയുള്ള പ്രവണത AAയ്ക്കുള്ളിൽ AAക്കാര് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരുപാട് നാള് AAയിലൂടെ സഞ്ചരിച്ചവര് തന്നെ ഇത് ചെയ്യാറുണ്ട്. ഇത് ചെയ്യുന്ന കണ്ടിട്ടുമുണ്ട്, വളരെ ഓപ്പൺ ആയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ അത് സത്യം പറഞ്ഞ AAയുടെ പാരമ്പര്യങ്ങളുടെ ലംഘനം തന്നെയാണ്, അല്ലേ? അതെ, ലംഘനമാണ്. ഞാൻ പറഞ്ഞല്ലോ, കാരണം ഇതൊരു ചികിത്സിച്ച് മാറ്റാവുന്ന ഒരു രോഗമല്ല. അതുകൊണ്ട് തന്നെ ഒരു ഡോക്ടറെ നമുക്ക് സ്ട്രെസ് ചെയ്ത് പറഞ്ഞാൽ അവൻ അവിടുന്ന് ഇറങ്ങി വരുന്ന വഴിക്ക് കുടിച്ചേച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് സമാധാനം അവരോട് പറയും, അവരുടെ കുടുംബത്തോട് പറയും. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കാണ് ദോഷം വരുന്നത്, അവർക്കത് ദോഷമായിട്ട് വരും. ഇപ്പൊ ഞാൻ പറയുവാണ്, എനിക്കൊരു പ്രത്യേക ഡോക്ടറുമായിട്ട് പരിചയമുണ്ട്, അവിടെ തന്നെ പൊക്കോ, നിങ്ങൾ രക്ഷപ്പെടും എന്ന് പറഞ്ഞാൽ അവൻ അവിടെ നിന്ന് ഇറങ്ങി കുടിച്ചേച്ചായിരിക്കും വരുന്നത്. 2-3 കേസായി കഴിയുമ്പോൾ തന്നെ എൻ്റെ പണി തീരും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അക്കാര്യത്തിൽ പ്രത്യേക താല്പര്യം കാണിക്കരുത്, അതാണ് നമുക്ക് നല്ലത്. ഓക്കെ, ഒരു എക്സ്പീരിയൻസ് പറഞ്ഞോളൂ മാഷേ പ്രമോദ്. പറഞ്ഞോളൂ. ഞാൻ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. അപ്പോൾ ഇതിൽ പറയണത് റെലവൻ്റ് ആയതുകൊണ്ട് പറയണമെന്ന് തോന്നി. ഇപ്പം ഞാൻ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ ചുറ്റുവട്ടത്ത് കുറച്ച് ചികിത്സാ കേന്ദ്രങ്ങളുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു രീതികൾ എന്ന് പറയാം. അപ്പോൾ അവിടെ AA മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്. AA മീറ്റിങ്ങുകൾ നടത്തുമ്പോൾ അത് പൂർണ്ണമായിട്ടും AAയുടെ രീതിയിലാണെന്ന് ചോദിച്ചാൽ അല്ല. AA മീറ്റിംഗാണ്. അവിടെ ട്രഡീഷൻസ് വായിക്കുന്നുണ്ട്, അവർ പിന്നെ നമ്മുടെ പടികൾ വായിക്കുന്നുണ്ട്, നമ്മുടെ ലിറ്ററേച്ചർ അവിടെ സെയിൽ ചെയ്യുന്നുണ്ട്, നമ്മുടെ ടോക്കൺ അവിടെ AAയുടെ ടോക്കൺ അവിടെ ആ ഗ്രൂപ്പുകളിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു AA മീറ്റിംഗ് തന്നെയായിട്ടാണ് അവരവരെ കരുതുന്നത്. പക്ഷെ എന്നിരുന്നാൽ പോലും അവിടെ ആ ഗ്രൂപ്പിന്റെ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നത്, ആ ഗ്രൂപ്പിന്റെ മീറ്റിങ്ങിന്റെ ദൈർഘ്യവും ആ മീറ്റിങ്ങിന്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ആ സ്ഥാപന അധികാരികളാണ്. അവിടുത്തെ സെക്രട്ടറി, അവിടുത്തെ ചെയർമാൻ, അവിടുത്തെ അധ്യക്ഷൻ, അവിടുത്തെ
ട്രഷറർ, ആ മീറ്റിങ്ങിലെ ട്രഷറർ, ഇതൊക്കെ നിശ്ചയിക്കുന്ന അവരാണ്. അപ്പോൾ അങ്ങനെ ഉള്ള മീറ്റിങ്ങുകളും ഉണ്ട്. അപ്പോൾ ഇതിന് വേറൊരു സൈഡ് എഫക്റ്റ് ഉണ്ടായി ഞാൻ കണ്ടത്. പിന്നെ അവിടുത്തെ ഒരുപാട് ഫാമിലികൾ ഉണ്ടാവും അവിടെ. അപ്പോൾ അവിടെ ആ ഗ്രൂപ്പിന്റെ ചുമതലക്കാരനായിരിക്കാൻ പല അംഗങ്ങൾക്കും താല്പര്യമുണ്ട്. ആ താല്പര്യമുള്ളപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, അവിടെ തിരഞ്ഞെടുക്കപ്പെടാൻ ഒന്നിൽ കൂടുതൽ ആൾക്കാർ ആഗ്രഹിക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും ഒക്കെ തുടങ്ങി. പരസ്പരം പ്രശ്നമായി. അത് അവിടുന്ന് ആ ഹോസ്പിറ്റലിന്റെ കോമ്പൗണ്ടിൽ ഇത് കടന്നു, ചികിത്സാലയത്തിന്റെ കോമ്പൗണ്ടിൽ ഇത് കടന്നു. അവസാനം നമ്മുടെ നാട്ടിൽ, നമ്മുടെ സ്കൂളുകളിലൊക്കെ പ്രവർത്തിക്കുന്ന ഗ്രൂപ്പിനെ തന്നെ ബാധിക്കാൻ തുടങ്ങി. അവിടെയൊക്കെ ചർച്ചകൾ വരാൻ തുടങ്ങി. പരസ്പരം കണ്ടാ മിണ്ടാത്ത അവസ്ഥയിൽ വന്നു. ഇതെല്ലാം ഈ ചികിത്സാലയങ്ങളെ ബന്ധപ്പെട്ട് നടക്കുന്ന മീറ്റിങ്ങിന് അവിടുന്ന് സ്റ്റാർട്ടായതാണ്. അവിടുത്തെ ഈ ഒരു ചാർജ് ഉള്ള ഒരാളായി മാറാൻ, സെക്രട്ടറി ആയി മാറാൻ ഒക്കെ ആഗ്രഹിച്ച് അതിന് വേണ്ട ജോലികളൊക്കെ ചെയ്ത് അതിന്റെ പ്രശ്നങ്ങൾ പിന്നെ നമ്മുടെ നാട്ടിലെ ഗ്രൂപ്പുകളിലേക്ക് ഇറങ്ങി, കണ്ടാ മിണ്ടാതായി. അങ്ങനെ പരസ്പരം ആ ഒരു ഏരിയ തന്നെ ഈ ഒരു പ്രശ്നം കൊണ്ട് കുറെ കാലത്തേക്ക് ഒരു ഏരിയയിലെ കുറെ മീറ്റിങ്ങുകൾ തന്നെ ഓഫായി പോയ അനുഭവം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഈ ഒരു അവസ്ഥ വന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ കോഴിക്കോട് പ്രവർത്തിക്കുന്ന ഇന്റർ ഗ്രൂപ്പിൽ വളരെ നല്ല പരിചയമുള്ള ഒരാളോട്, എക്സ്പീരിയൻസ് ഉള്ള ഒരു മെമ്പറോട്, സീനിയർ മെമ്പറോട് ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ സർവീസിന്റെ കാര്യം വരുമ്പോൾ ചികിത്സാലയങ്ങൾ ഗ്രൂപ്പിനെ അത് ഉൾപ്പെടുത്താത്തത്? അവർ ഉൾപ്പെടുത്തുന്നില്ല. അവരിപ്പോൾ പറയുന്നു, പിന്നെ ഈ ഇന്റർ ഗ്രൂപ്പ് ആ ചികിത്സാലയത്തിലെ അവർക്ക് വേണ്ട സെയിലിംഗും കാര്യങ്ങളൊക്കെ കൊടുക്കും. അവർക്ക് വേണ്ട ലിറ്ററേച്ചർ നമ്മൾ കൊടുക്കും. വി ആർ ഡൂയിങ് ബിസിനസ് വിത്ത് ദം. ഞങ്ങൾ ബിസിനസ് ചെയ്യും. അവർക്ക് ടെക്സ്റ്റ് കൊടുക്കും, അവർക്ക് ടോക്കൺ കൊടുക്കും. നമ്മളെ കയ്യിൽ നിന്ന് 25 രൂപയ്ക്ക് വാങ്ങുന്ന ടോക്കൺ അവർ അവിടെ വിൽക്കുന്നത് 50 രൂപയ്ക്കാണ്. അപ്പോൾ അവർ ആ ബിസിനസ് ചെയ്യുന്നുണ്ട്. അവർ ചെയ്തോട്ടെ. നമ്മൾ ആ ടോക്കണൊക്കെ അവർക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ആ ഗ്രൂപ്പിന്റെ ഒരു പ്രതിനിധിയെ ഈ ഇന്റർ ഗ്രൂപ്പിലേക്ക് ഞങ്ങൾ ക്ഷണിക്കാറില്ല. എന്ന് വെച്ചാൽ അതെന്താ കാര്യം? കാരണം അത് ശരിയല്ല. പാരമ്പര്യത്തിനായി ചേർന്ന് പോവില്ല. കാരണം അവിടെ അവർ നടത്തുന്ന മീറ്റിംഗ് ഹോസ്പിറ്റലിലെ മീറ്റിംഗ് ആണ്. മീറ്റിംഗ് 1-2 പേര് കൂടി മദ്യപാനം നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന 1-2 പേര് കൂടിയാൽ ആർക്കും മീറ്റിംഗ് നടത്താം. പക്ഷേ അത് ഒരു ട്രഡീഷനുമായി ചേർന്ന് പോകുന്ന കാര്യമല്ല. അവരുടെ പാരമ്പര്യങ്ങൾ, അവർ വായിക്കുന്ന പാരമ്പര്യങ്ങൾ, ഗ്രൂപ്പിന് അവർ പേരിടുന്നു. അവരുടെ അണ്ടറിലാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അത് സ്വകാര്യമായിട്ട് റിക്കവറി മീറ്റിംഗ് നടത്തിക്കോട്ടെ. പക്ഷേ അവരെ ഇന്റർ ഗ്രൂപ്പിലേക്ക് ഞങ്ങൾ ക്ഷണിക്കാറില്ല. അവരെ സർവീസിന്റെ ഒരു ഭാഗമാക്കിയിട്ട് അവരുടെ ഒരു പ്രാതിനിധ്യം, ഒരു വോട്ട്, ഒരു ജനാധിപത്യപരമായ ഒരു വോട്ടെടുപ്പിന്റെ ഭാഗമായിട്ട് അവരെ ഞങ്ങൾ ഉൾപ്പെടുത്താറില്ല. അപ്പോൾ അത് വളരെ കറക്റ്റാന്ന് എനിക്ക് തോന്നി. ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ വന്നപ്പോൾ എനിക്ക് തോന്നി. അത് അവരെ ഈ യുടെ ഒരു ഇലക്ഷനിലേക്കോ അത്തരം ഗ്രൂപ്പുകളെ യുടെ ഒരു സർവീസിലേക്കോ ക്ഷണിച്ചുകൊണ്ട് വന്നാൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ആലോചിച്ച് നോക്കിയാൽ അറിയാം. ഇതിന് ഞാൻ പറയുന്ന ഈ കാര്യത്തോട് യോജിപ്പും വിയോജിപ്പും ഒക്കെ ആയിട്ട് ഇപ്പോൾ ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാവും. എന്തായാലും അത് നമുക്ക് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്തു. ഓക്കെ. ഓക്കെ ഓക്കെ. മാഷേ, പറഞ്ഞോളൂ. അടുത്ത യോഗ്യത്തിലേക്ക് പോകല്ലേ? അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ഒരു ചെറിയ കെട്ടിടം വാടകയ്ക്ക് എടുക്കുന്നത് ഗ്രൂപ്പിന് നന്നായിരിക്കുമോ? ഒരു ചെറിയ കെട്ടിടം വാടകയ്ക്ക് എടുക്കുന്നത് ഗ്രൂപ്പിന് നന്നായിരിക്കുമോ എന്നാണ് ചോദ്യം. അപ്പോൾ ചോദ്യത്തിന് എനിക്ക് മനസ്സിലായത് ഇതാണ്: സാധാരണഗതിയിൽ ലോകത്തിലെ മീറ്റിങ്ങുകൾ നടക്കുന്നത് 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ, 1 മണിക്കൂർ, 1.5 മണിക്കൂർ, 2 മണിക്കൂർ, ഇത്രയും സമയമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി എല്ലാ ദിവസവും ഡെയിലി നമ്മൾ മീറ്റിംഗ് നടത്തുന്നുണ്ടെങ്കിൽ പോലും ഒരു കെട്ടിടം വാടകയ്ക്ക് എടുക്കേണ്ട ആവശ്യമില്ലെന്നാണ് നമ്മുടെ ആവശ്യങ്ങൾ. അത് ശരിക്കും വേണ്ടതാണോ എന്ന് ആലോചിച്ചിട്ട് വേണം നമ്മളത് ചെയ്യാൻ. ഗ്രൂപ്പിന്റെ പ്രവർത്തനത്തിന് ഒരു കെട്ടിടം വാടകയ്ക്ക് എടുക്കേണ്ടതില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിനെക്കുറിച്ച് കൂടുതൽ പിന്നെ വിശദീകരിച്ച് പറയാൻ അറിയത്തില്ല. പക്ഷെ എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. എന്താ അതിന്റെ പിന്നിൽ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുമില്ല. വാടകയ്ക്ക് എടുക്കുന്നത് ഗ്രൂപ്പിന് നന്നായിരിക്കുമോ എന്നാണ് ചോദിച്ചത്. നന്നായിരിക്കുകയാലെന്നാണ് എനിക്ക് തോന്നിയത്. ഓക്കെ. സാറേ, അപ്പൊ ഒരു സംശയമുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ സ്കൂളിലൊക്കെ ഞങ്ങളിപ്പോ അവിടെ തൊടുപുഴ എവരിഡേ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ട്. അതായത് നമ്മൾ അവിടെ ഒരു വാടക പറഞ്ഞിട്ടാണ് മാസത്തിൽ എടുത്തേക്കണത്. അത് സ്കൂളിന്റെ ഒരു റൂമാണ്. അതെ.
അതാണോ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ വെറും ഒരു അതല്ല ഷിബു, അതല്ല ഉദ്ദേശിച്ചത്. കാരണം നമ്മളൊരു കെട്ടിടം വാടകയ്ക്ക് എടുക്കുന്നത് ഡിഫറെന്റ്. നിങ്ങൾ അവിടെ വാടക ചീട്ട് കൊടുത്തിട്ടൊന്നും അല്ല, പള്ളിയുടെ പെർമിഷൻ എടുത്തിട്ട് വാടക ഇന്ന ഒരു മണിക്കൂർ നേരത്തേക്ക് ഞങ്ങൾ ഓരോ ദിവസവും ഉപയോഗിക്കും, അതിന് ചെറിയൊരു പൈസ തരാമെന്ന് പറഞ്ഞാൽ അത് ഡിഫറെന്റ് കേസാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് കെട്ടിടം വാടകയ്ക്ക് എടുക്കുന്ന കാര്യമാണ്. അത് നന്നാകുകയല്ലെന്നാണ് അഭിപ്രായം പറഞ്ഞത്. ഓക്കെ. മാഷെ ഒരു കാര്യം, ആൽക്കഹോളിക് സജ്ജത്ത് മാഷെ ഈ വാടകയ്ക്ക് എടുക്കുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല, എന്നാൽ പോലും നമുക്കിപ്പോ ഒരു പർട്ടിക്കുലർ സ്ഥലം ആരെങ്കിലും മീറ്റിങ്ങിനായി തരുകയാണ്. അപ്പൊ അത് വെറുതെ സ്വീകരിക്കാൻ പാടില്ല എന്ന് ഉണ്ടോ? അല്ലെങ്കിൽ വെറുതെ തരാൻ തയ്യാറാവുന്നവർക്കും ഇല്ല, നമ്മൾ ഇത്ര രൂപ തന്നിട്ട് തന്നെ ഉപയോഗിക്കണം, അങ്ങനെ ഉണ്ടോ? അതിനെക്കുറിച്ച് ഒരു അവ്യക്തത എനിക്കുണ്ട്, അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. അതെ, അതിന്റെ അതായത് നമുക്ക് എങ്ങനെയാണ് നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാകുന്നത്? ആരാന്റെ ചെലവിൽ ജീവിക്കുമ്പോഴാണോ? മറ്റുള്ളവന്റെ കീശയിൽ നിന്ന് കൈയിട്ട് കാശ് മേടിച്ച് ചായ കുടിക്കുമ്പോഴാണോ? അതെയോ ആരുടെയെങ്കിലും പൈസ കട്ടെടുത്ത് കള്ളു കുടിക്കുമ്പോൾ? എപ്പോഴാണ് നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാകുന്നത്? എപ്പോഴും നമ്മൾ നമ്മളുടെ അധ്വാനത്തിൽ നിന്ന് അധ്വാനം കൊണ്ട് ജീവിക്കുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിലുള്ള സർവ്വ ആളുകളെയും പറ്റിച്ചും കീശ കൈയിട്ടും കള്ളു കുടിച്ച് നടന്നവരാണ് മദ്യാസക്തൻ. ഇനി അത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഔദാര്യങ്ങൾ സ്വീകരിക്കരുത്, മറ്റുള്ളവരിൽ നിന്ന് സഹായം സ്വീകരിക്കാം. അപ്പൊ നമ്മളൊരു കെട്ടിടം വെറുതെ വാടകയൊന്നും തരണ്ട, നിങ്ങൾ അവിടെ മീറ്റിംഗ് നടത്തിക്കോ എന്ന് പറഞ്ഞാൽ പോലും അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ടൊരു വാടക ചോദിക്കുന്നില്ലെങ്കിലും നിങ്ങൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞ് ഗ്രൂപ്പ് ഒരു തീരുമാനമെടുത്ത് ഒരു ചെറിയൊരു സംഖ്യ അവർക്ക് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പൊ ഞാൻ എവിടെ ഒരു സ്ഥലത്ത് ഒരു ഗ്രൂപ്പ് മീറ്റിങ്ങിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ആ ഗ്രൂപ്പ് മീറ്റിങ്ങിൽ കിറ്റ് വിട്ടില്ല. അപ്പൊ ഞാൻ മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു, അതിന്റെ കിറ്റ് വിടാത്തതെന്ന് ചോദിച്ചു. അപ്പൊ ഇവിടെ കിറ്റ് ഒന്നും വിടേണ്ട കാര്യമൊന്നുമില്ല, കാരണം അത് എൻ്റെ അമ്മാവന്റെ പള്ളിക്കൂടമാണ്. ആ പള്ളിക്കൂടത്തിൽ എത്ര കാലം വേണമെങ്കിലും മീറ്റിംഗ് നടത്താം, അതിന് പൈസ ഒന്നും കൊടുക്കണ്ടെന്ന്. അപ്പൊ ഞാൻ അവരെ ഒന്നും മര്യാദ പഠിപ്പിക്കാനോ വേണ്ടി പറയാനോ അല്ലെങ്കിൽ അതിനെ ഉപദേശിക്കാനോ ഒന്നും പോയില്ല. അവരുടെ ആ സംസാരവും സ്റ്റൈലും കണ്ടപ്പോൾ തോന്നി മിണ്ടണ്ടെന്ന് തോന്നി, ഞാനൊന്നും മിണ്ടിയില്ല. അത് ശരിയല്ല, അങ്ങനെ ചെയ്യരുത് നമ്മൾ. ചിലപ്പോൾ എൻ്റെ തന്നെ സ്കൂളായിരിക്കാം, പക്ഷെ ഞാൻ ഒരിക്കലും അത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് നല്ലതല്ല. ഓക്കെ. താങ്ക് യു മാഷ്. അപ്പം പ്രമോദേ, ആർക്കെങ്കിലും? മാഷെ, അത് മാഷ് പറഞ്ഞ കാര്യങ്ങളും അത്ര തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അത് വേണ്ടെന്ന് തന്നെയാണ് കാരണം. രണ്ട് സൈഡ് മാഷ് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. പിന്നുള്ളത് കെട്ടിടത്തിന്റെ ആവശ്യമില്ല, എടുത്തു കഴിഞ്ഞാൽ അത് പ്രായോഗിക ബോധ്യത്തിൽ നമുക്കെല്ലാം ഓക്കെ. കട്ടായി പോയി പ്രമോദേ. പ്രമോദേട്ടനെ കേൾക്കുന്നില്ല. പുഷ്പേട്ട മൈക്ക് ഓർന്നുണ്ട്. പുഷ്പം പറഞ്ഞോ. ഞാൻ എൻ്റെ ഒരു ചെറിയ അനുഭവമാണ്. കാരണം ഞങ്ങള് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ തന്നെ ഒരു സ്കൂൾ ചോദിച്ചതാ. സ്കൂൾ ചോദിച്ചു, ഇപ്പോ സ്കൂളിന്റെ ആൾക്കാര് അനുവദിച്ച് തരികയും ചെയ്ത് 6 മാസമായപ്പോ ഞങ്ങൾ ഗ്രൂപ്പിൽ നിന്ന് തീരുമാനിച്ച് ഒരു 200 ഉറുപ്പ്യ കൊടുക്കാതെ 6 മാസത്തേക്ക്. അപ്പോ കൊടുക്കാൻ തീരുമാനിച്ച് ഞാൻ പൈസയൊക്കെ ആയിട്ട് മാഷ് എടുത്ത് പോയപ്പോ മാഷ് പറഞ്ഞു, അങ്ങനെ ഒരു സംവിധാനം ഈ സ്കൂളിനില്ല, ഒരു വൗച്ചർ ഒപ്പിട്ട് തരാനോ അല്ലെങ്കിൽ ഒരു റെസീറ്റ് തരാനോ കഴിയൂല, അതുകൊണ്ട് വാടക വാങ്ങാനുള്ള ഒരു സംവിധാനമില്ല. ഇവിടെ പല ആൾക്കാരെയും പാർട്ടീന്റെ മീറ്റിങ്ങുകളൊക്കെ നടക്കലുണ്ട്, അതേമാതിരി നിങ്ങളൊരു പരിപാടി അവിടുന്ന് നടത്തുന്നുണ്ട്, ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പരിപാടിയാണ്, അതിന് ഞങ്ങൾ സഹകരിക്കാന്നുള്ളൂ, അതുകൊണ്ട് പൈസ തരാനോ അങ്ങനെ ഒരു സംവിധാനമോ ഈ സ്കൂളിനില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഗ്രൂപ്പ് പറഞ്ഞു എങ്ങനെയാണെന്ന് പറഞ്ഞപ്പോ എല്ലാവരോടും ഞങ്ങള് അന്ന് മീറ്റിങ്ങിന് വന്ന ആൾക്കാരെല്ലാം കൂടി തീരുമാനിച്ചു നമുക്ക് സ്കൂളിന് എന്തെങ്കിലും സാധനം വാങ്ങി കൊടുക്കാം എന്നുള്ള കണ്ടീഷനിൽ. അങ്ങനെ ഇപ്പോ സ്കൂളിന് ഒരു ഫാനൊക്കെ വാങ്ങി കൊടുത്ത് ഇനിയിപ്പോ രണ്ടാമത് ഒന്നുകൂടി വാങ്ങി കൊടുക്കണം എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു വാടകയ്ക്ക് ഒരു കെട്ടിടം നമ്മള് ഒരു മാസത്തിൽ 4 ദിവസം മീറ്റിംഗ് ഉണ്ടാവുള്ളൂ, ആഴ്ചയിൽ ഒന്നല്ലേ ഉണ്ടാവുള്ളൂ. അതിന് ഒരു 1.5 മണിക്കൂർ എന്ന് പറഞ്ഞാല് ഒരു 6 മണിക്കൂറിന് നേരത്തേക്ക് ഒരു മാസത്തേക്ക് വാടകയ്ക്ക് എടുക്കേണ്ട ഒരു കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം, ചെറിയൊരു അഭിപ്രായം.
മറ്റേ പിന്നെ സ്കൂളിന്റെ കാര്യം ഇങ്ങനെയാണ് പോകുന്നത്. അധിക സ്ഥലത്തും ഇപ്പൊ ഞങ്ങളുടെ പ്രദേശത്തൂടെ ഒന്നും വാടക ആരും വാങ്ങുന്നില്ല. സ്കൂളിൽ ഇതൊരു നല്ലൊരു പരിപാടിയാണല്ലോ, ജനങ്ങളെ നന്നാകാണല്ലോ എന്നുള്ളൊരു കണ്ടീഷനിൽ ആരും വാങ്ങാത്തത്. പക്ഷെ എല്ലാരും ഇപ്പം ചെയ്യുന്നത് സ്കൂളിലേക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുക, അതാണ് ചെയ്യുന്നത്. ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ അത് അവരങ്ങനെ പറയുമ്പോൾ നമുക്കത് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അത് തന്നെയാണ് ശരി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പം 12:27 അപ്പൊ ഇനി അടുത്ത പോയിന്റിലേക്ക് പോകാൻ സമയമില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ 3 മിനിറ്റും കൂടി ബാക്കിയുണ്ട്. മാഷിനോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ? ചോദിച്ചോ. അതായത് ഇപ്പൊ ഇത് ഈ ക്വസ്റ്റ്യൻ അല്ല, അതിന് മുമ്പുള്ള ക്വസ്റ്റ്യൻ നമ്മളിപ്പോ ഈ ചികിത്സാ കേന്ദ്രത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന കാര്യത്തെ പറ്റി പറഞ്ഞില്ല. ഇപ്പൊ ഞങ്ങളുടെ അടുത്തൊരു ചികിത്സാ കേന്ദ്രം ഉണ്ട്. അപ്പൊ ഒരാള് കൂടി നിർത്താൻ വേണ്ടി എന്റെ അടുത്ത് വരുന്നു. അപ്പോ എനിക്ക് വേണേ അയാളോട് പറയാലോ, ഇങ്ങനെ ഒരു ചികിത്സാ കേന്ദ്രം ഉണ്ട്, അവിടെ പോയാൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും എന്ന് പറയാലോ. അങ്ങനെ അത് അവിടെ കൊണ്ടുവന്നാക്കി അഡ്മിഷൻ എടുത്തു കൊടുത്ത് അവന് ഫുഡൊന്നും മേടിച്ചു കൊടുക്കാതെ അയാൾക്ക് ഒരാളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാലോ. അതുപോലെ തന്നെ ഡോക്ടർ, ഇപ്പൊ ഒരു പരിചയമുള്ള ഡോക്ടർ ഉണ്ടെങ്കിൽ അയാൾക്ക് ഒരു ചികിത്സ ഉണ്ടെന്ന് ഇപ്പൊ ചില ആളുകള് മരുന്നൊക്കെ കഴിച്ചിട്ട് തന്നെയാണ് അയാൾ വന്നേക്കണത്. ചിലര് ഒട്ടുമിക്കവരും തന്നെ ചികിത്സാ കേന്ദ്രത്തിൽ നിന്ന് ഇറങ്ങിയവരാണ് അയാൾ നേരിട്ട് ഇറങ്ങിയവരെക്കാളും കൂടുതലുള്ളത് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കേട്ടോ. ഇവിടെയൊക്കെ ആണേലും ചികിത്സാ കേന്ദ്രത്തിൽ നിന്നൊക്കെയാണ് ആളുകൾ വരുന്നത്. അയാൾ വരുന്നവർക്ക്, നേരിട്ട് വരുന്നവര് കൂടുതലും സ്ലിപ്പ് ആവുന്ന പോലെയൊക്കെ എനിക്ക് തോന്നാറുണ്ട്. എൻ്റെ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞ ഇവിടത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. മനസ്സിലായി. ഇവിടെ അങ്ങനെ റെക്കമെൻഡ് ചെയ്യണതിന് കുഴപ്പമുണ്ടോന്ന് ചോദിച്ചു. ഒരാളെ പരിചയമുണ്ട്. റെക്കമെൻഡ്, ഇതാണ് ഞാൻ പറഞ്ഞത്. അതായത് ആ റെക്കമെൻഡ് എന്നുള്ള വാക്കിന് പകരം നിർദ്ദേശം എന്നുള്ള ഒരു വാക്ക് സ്വീകരിക്കുക. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. അതാണ് റെക്കമെൻഡ് ചെയ്യുന്നത് ഡിഫറെന്റ്, അത് നമുക്ക് ദോഷം ചെയ്യും. നിർദ്ദേശം കൊടുക്കാം, ഇന്ന സ്ഥലത്ത് തന്നെ പോയാൽ മതി എന്ന് പറയാതെ അയാളോട് ഇന്ന സ്ഥലമുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി നോക്കാം, അയാൾ മരുന്നൊക്കെ തരും. അങ്ങനെ ചികിത്സിക്കാൻ പരിചയമുള്ള ആളാണ്, ചികിത്സിച്ച് പരിചയമുള്ള ആളാണ്, അങ്ങനെ പറഞ്ഞ് മരുന്ന് മേടിച്ചു കൊടുക്കണേന് കുഴപ്പമില്ല. ഇനി ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലം, നമുക്ക് പറ്റാത്തൊരു സ്ഥലമാണ്, നമുക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്ന ഒരു സ്ഥലം, അങ്ങനെയുള്ള ഒരു സ്ഥലത്തെ കുറിച്ച് നമുക്ക് നമ്മുടെ അഭിപ്രായം പറയുന്നതിനകത്ത് തെറ്റില്ല. പക്ഷെ അവിടെ പോകണ്ടെന്ന് നമ്മൾ പറയണ്ട. ഓക്കെ, അപ്പൊ കഴിഞ്ഞില്ലേ? അതെ.